നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 5ഉം 6ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമദ് നാരായണീയം ദശകം 59 വേണുഗാനവർണ്ണനം. ശ്ലോകം 5. മാരബാണധുതഖേചരീകുലം നിർവികാരപശുപക്ഷിമണ്ഡലം ദ്രാവണം ച ദൃശതാമപി പ്രഭോ താവകം വ്യജനി വേണുകൂജിതം. നമുക്ക് ഈ ശ്ലോകം പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥവും എങ്ങനെ ചൊല്ലാന്നും നോക്കാം. മാര ബാണ ധുത ഖേചരീ കുലം നിർവികാര പശു പക്ഷി മണ്ഡലം ദ്രാവണം ച ദൃശതാം അപി പ്രഭോ താവകം വ്യജനി വേണു കൂജിതം. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. പ്രഭോ നാഥ, താവകം അങ്ങയുടെ, വേണുകൂജിതം മുരളീരവം, മാരബാണധുത ഖേചരീകുലം കാമബാണങ്ങൾ കൊണ്ടു തുളയ്ക്കപ്പെട്ട ഗഗനസഞ്ചാരിണികളുടെ കൂട്ടത്തോടു കൂടിയതും, നിർവികാര പശു പക്ഷി മണ്ഡലം വികാരരഹിതരായ പശുക്കൾ പക്ഷികൾ ഇവയുടെ കൂട്ടത്തോടു കൂടിയതും, ഋഷതാം അപി കല്ലുകൾക്കു പോലും, ദ്രാവണം അലിവുണ്ടാകുന്നതും ആയി വ്യജനി ഭവിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. മാരബാണധുത ഖേചരീകുലം. മാരബാണ ബ എന്നാണ്, മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ധുത എന്നുള്ളതിൻ്റെ ധു എന്ന് നന്നായിട്ട് ഊന്നി പറയണം. ഖേചരീകുലം, ഖേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. നിർവികാര പശു പക്ഷി മണ്ഡലം, ക്ഷി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. മണ്ഡലം ന ഡ എന്നാണ്, ഒട്ടും ഊന്നണ്ട. ദ്രാവണം ച ദൃശതാം അപി ചേർത്തിട്ട് ദൃശതാമപി പ്രഭോ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. താവകം വ്യജനി, വ്യ എന്ന വള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. വ്യജനി വേണുകൂജിതം. അങ്ങനെ നിർത്താം. മാരബാണധുത ഖേചരീകുലം നിർവികാര പശുപക്ഷി മണ്ഡലം ദ്രാവണം ച ദൃശതാമപി പ്രഭോ താവകം വ്യജനി വേണുകൂജിതം. അടുത്തത് 6ാമത്തെ ശ്ലോകം. വേണുരന്ധ്രതരളാങ്കുലീദളം താളസഞ്ചലിതപാദപല്ലവം തത്സ്ഥിതം തവ പരോക്ഷമപ്യഹോ സംവിചിന്യ മുമുഹുർവ്രജാംഗനാ. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്നും അത് പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥവും നോക്കാം. വേണു രന്ധ്ര തരളാങ്കുലീ ദളം താള സഞ്ചലിത പാദ പല്ലവം തത് സ്ഥിതം തവ പരോക്ഷം അപ്യഹോ സംവിചിന്യ മുമുഹുർ വ്രജാംഗനാ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. വ്രജാംഗന ഗോപവനിതകൾ. വേണുരന്ധ്ര തരളാങ്കുലീദളം വേണുവിൻ്റെ സുഷിരങ്ങളിൽ ഇളകുന്ന തളിരിനു തുല്യമായ വിരലുകളോടു കൂടിയതും, താളസഞ്ചലിത പാദപല്ലവം താളം അനുസരിച്ച് മന്ദം ഇളകുന്ന കാൽത്തളിരോടു കൂടിയതുമായ തവ അങ്ങയുടെ, തത്സ്ഥിതം ആ നിലയെ, പരോക്ഷം അപി അപ്രത്യക്ഷമായിട്ടാണെങ്കിലും, സംവിചിന്യ സങ്കല്പത്താൽ പ്രത്യക്ഷമാക്കി, മുമുഹു മോഹവശകളായി തീർന്നു, അഹോ ആശ്ചര്യം. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. വേണുരന്ധ്ര തരളാങ്കുലീദളം. രന്ധ്ര ന ഥ എന്നാണ്, അത് നന്നായിട്ട് ഊന്നി പറയണം. താളസഞ്ചലിത ഞ്ച എന്നുള്ളത് ഞ ച എന്നാണ്. താളസഞ്ചലിത പാദപല്ലവം തത് സ്ഥിതം ൽ എഴുതിയിട്ടുണ്ടാവുക, നമ്മളത് ഉച്ചരിക്കേണ്ടത് ത് എന്നാണ്. തത് സ്ഥിതം, സ്ഥി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. തവ പരോക്ഷം അപ്യഹോ, പരോക്ഷമപ്യഹോ,
ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സംവിചിന്യ, ഇന്ത്യ എന്ന വളചിഹ്നം ശ്രദ്ധിച്ചോളൂ. മുമുഹുർ വ്രജാംഗനാ, അവിടെ നീട്ടിയിട്ട് വിസർഗം ലാസ്റ്റിൽ, അങ്ങനെ നിർത്താം. വേണുരന്ധ്രതരളാങ്കുലീദളം താളസഞ്ചലിതപാദപല്ലവം തത്സ്ഥിതം തവ പരോക്ഷമപ്യഹോ സംവിചിന്യ മുമുഹുർവ്രജാംഗനാ. ഹരിനാരായണ ഗോവിന്ദ, ജയ നാരായണ ഗോവിന്ദ, ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.